ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനായിട്ട് വേണ്ട പച്ചക്കറികൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികൾ ചേന, മുരിങ്ങക്കായ, പയറ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് കയ്പയും കൂടി എടുക്കണം. ഇവയൊക്കെ നീളത്തിൽ നമുക്ക്. പിന്നെ ഇതിനായിട്ട് വേണ്ടത് ഒരു മുറി തേങ്ങയാണ്. അത് നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരില്ലി കറിവേപ്പിൻ്റെ നമ്മൾ ഇടുന്നുണ്ട്, പിന്നെ 3 വലിയ പച്ചമുളകും, പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ തേങ്ങയുടെ ഒരു കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ പച്ചക്കറി സ്ലൈസാക്കി വെക്കില്ലായിരുന്നു, അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കണം. നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലോട്ട് ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി ഡയറക്റ്റ് കുറച്ച് വെള്ളം ചേർത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പച്ചക്കറി, അതാണ് അങ്ങനെ കാണുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ, ഈ വീഡിയോൻ്റെ മുന്നേ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം. അപ്പോൾ അത് വേവിച്ചതാണ് ഇപ്പോൾ ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി പാനിലോട്ട് ചേർത്തിട്ട് കുറച്ച് വെള്ളത്തോട് കൂടി ചേർത്തിട്ട് ജസ്റ്റ് വേവിച്ചാൽ മതി. ഓവർ വെള്ളം പാടില്ല. കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ച ആ ഒരു ഇതാണ് കാണിക്കുന്നത്. എന്നിട്ട് വേവിച്ച് നല്ല വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ടാണ് ഇനിയുള്ള നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് വേവിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കുറച്ച് തൈര് എടുക്കണം. ഇപ്പോൾ ഈ ഒരു ബൗളിലാണ് നമ്മുടെ തേങ്ങരപ്പ് നമ്മൾ ചേർത്തതിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ലാസ്റ്റാണ് തൈര് ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൗളിൽ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തൈര് നമ്മൾ അതിലോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി മാറ്റിയാൽ തന്നെ അവിയൽ റെഡിയായി.